ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ടാലി പ്രൈം 6 എങ്ങനെയാണ് ബാങ്ക് റീകൺസിലേഷൻ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ടാലി പ്രൈം 6 വേർഷനിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് റീകൺസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിന് മുമ്പുള്ള വേർഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ലെഡ്ജർ അതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റിലെ ഡേറ്റ് നമ്മൾ സെപ്പറേറ്റ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. എന്നാൽ ഇതിന് നമുക്ക് അങ്ങനെ ചെയ്യേണ്ട. എല്ലാ ഡേറ്റുകളും നമുക്ക് ഒരുമിച്ച് സെലക്ട് ചെയ്തെടുത്തിട്ട് ഒറ്റ ഡേറ്റ് ആയിട്ട് നമുക്ക് ഒരു പ്രാവശ്യം മാത്രമാണ് നമ്മൾ ഡേറ്റ് അടിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതായത് 1-ാം തീയതിയിൽ ഇപ്പോൾ 10 ട്രാൻസാക്ഷൻ ഉണ്ടായി വിചാരിക്കുക, നമുക്ക് എല്ലാം സെലക്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരുമിച്ചിട്ട് നമുക്ക് ഡേറ്റ് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങൾ ഒന്ന് ഹൈപ്പും കൂടി ചെയ്യണേ. അതായത് ഹൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ അവിടുന്ന് ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ അവിടെ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ ഉണ്ടായിരിക്കും. ആ ഹൈപ്പിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ ഹൈപ്പ് ദിസ് പോയിന്റ് ഉണ്ട്, അവിടെയും കൂടി ക്ലിക്ക് ചെയ്താലാണ് എനിക്ക് പോയിന്റ്സ് കയറുക. അപ്പോൾ ആ ഹൈപ്പ് ചെയ്യുന്നത് വഴി എൻ്റെ വീഡിയോ കൂടുതൽ റെക്കമെൻഡ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്തോളൂ. എൻ്റെ മെയിൽ ID എന്ന് പറയുന്നത് shyamastaliclass@gmail.com ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ബാങ്ക് റീകൺസിലേഷൻ ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ബാങ്ക് റീകൺസിലേഷൻ എന്നുള്ളത് അറിയണ്ടേ, അതുപോലെ തന്നെ എന്തിനാണ് ചെയ്യേണ്ടത്, അതിൻ്റെ ആവശ്യകതയും അറിയണ്ടേ, എന്നാലല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബാങ്ക് റീകൺസിൽ എന്ന വാക്കിന് തന്നെ അർത്ഥം ഒത്തുനോക്കുക, താരതമ്യം ചെയ്യുക എന്നൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ബാങ്കുമായിട്ട് മാത്രമല്ല കേട്ടോ നമ്മൾ റീകൺസിൽ ചെയ്യാറുള്ളത്, നമ്മൾ ഡെറ്റേഴ്സ് ക്രെഡിറ്റേഴ്സുമായിട്ടും നമ്മൾ റീകൺസിൽ ചെയ്യാറുണ്ട്. ഒരു കൺഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ അറ്റാച്ച് ചെയ്യാറുണ്ട്. അതായത് എൻ്റെ ബുക്കിലെ ബാലൻസുകൾ തന്നെയാണോ ആ പാർട്ടിയുടെ ബുക്കിലെ ബാലൻസുകളും എന്നുള്ളത്. അപ്പോൾ അതിനും നമ്മൾ ഈ ഒരു ഇത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ റീകൺസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒത്തുനോക്കുക എന്നുള്ളതാണ്. ഇനി റീകൺസിൽ ചെയ്യേണ്ട ആവശ്യകത എന്താണ്, നമ്മുടെ അക്കൗണ്ടിങ്ങിൽ അക്രൂവൽ ബേസിസ് ആണ് നമ്മൾ ഫോളോ ചെയ്യാറുള്ളത്. അതായത് എപ്പോൾ ഒരു ഇവന്റ് നടന്നോ അപ്പം റെക്കോർഡ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ നമ്മളെ പാർട്ടിയുടെ അടുത്തുനിന്ന് ക്രെഡിറ്റ് ആയിട്ട് കടത്തിന് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളതിന് എൻട്രി ഇടും. ക്യാഷ് കിട്ടുമ്പോഴല്ല നമ്മൾ എൻട്രി ഇടുക, അതിനെയാണ് നമ്മൾ അക്രൂവൽ ബേസിസ് എന്ന് പറയുക. ക്യാഷ് ബേസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴാണോ ക്യാഷ് കൊടുക്കുന്നത് അല്ലെങ്കിൽ കിട്ടുന്നത് അപ്പം മാത്രമേ നമ്മൾ എൻട്രി ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് മിസ്സിങ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ട്രാൻസാക്ഷൻസൊക്കെ ഒരുപാട് ഒമിഷൻ ഉണ്ടായിരിക്കും. അത് ഒഴിവാക്കാനാണ് നമ്മൾ അക്രൂവൽ ബേസിസ് ഫോളോ ചെയ്യണത്. ഇപ്പോൾ ഞാനൊരു പാർട്ടിക്ക് ചെക്ക് കൊടുത്തു, അപ്പോൾ ഞാൻ അപ്പം തന്നെ എൻ്റെ ബുക്കിൽ ഞാൻ എൻട്രി എഴുതും. അപ്പോൾ എൻ്റെ ലെഡ്ജറിൽ നിന്ന് ബാങ്കിലെ എമൗണ്ട് ഓൾറെഡി കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ ചെക്കിൽ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് മറ്റന്നാളോ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടോ ആയിരിക്കും. അപ്പോൾ ഈ ചെക്ക് ബാങ്കിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്താണ് ബാങ്കിൽ നിന്ന് ആ എമൗണ്ട് റിഫ്ലക്റ്റ് ആയിട്ട് പോകുള്ളൂ. അപ്പോൾ ഇത് നോക്കാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീകൺസിലേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ടാലി പ്രൈം 6 നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് റീകൺസിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ നമുക്ക് നെറ്റ് ബാങ്കിങ് നമുക്ക് അവൈലബിൾ ആണ് ഈ ടാലി പ്രൈം 6. അപ്പോൾ നമ്മളുടെ ടാലി നമ്മുടെ ബാങ്കുമായിട്ട് നമുക്ക് നെറ്റ് ബാങ്കിങ് വഴി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് റീകൺസിലേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മൾ മാനുവലി എങ്ങനെയാണ് റീകൺസിലേഷൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് ടാലി പ്രൈം 6 എങ്ങനെയാണ് മാനുവലായിട്ട് റീകൺസിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റിൽ നമുക്ക് എന്താണ് വേണ്ടത്, ബാങ്കിൻ്റെ ലെഡ്ജറാണ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ബാങ്കിൻ്റെ ലെഡ്ജർ 2 തരത്തിലെടുക്കാം. ഒന്ന് മുകളിൽ ഗോ ടുവിൽ പോയിട്ട് എടുക്കാം, രണ്ടാമത്തത് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിൽ പോയിട്ടും എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് മുകളിൽ ഗോ ടു പോയിട്ട് എടുക്കാം. ഇവിടെ നമുക്ക് ഗോ ടു സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഗോ ടു എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്യാഷ് ഫോർ ബാങ്ക് ബുക്ക് നമുക്കിവിടെ സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്യാഷ് ഫോർ ബാങ്ക് ബുക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ എത്ര ബാങ്കുകളുണ്ടോ അത്ര ബാങ്കുകളിവിടെ കാണിക്കും. ഞാനിപ്പോൾ SIB ബാങ്ക് ഒരു ബാങ്ക് മാത്രമേ ഉള്ളൂ. ഞാൻ SIB ബാങ്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പോൾ ഏത് മന്താണെന്ന് കാണിച്ചു. ഞാൻ മന്ത് സെലക്ട് ചെയ്തിട്ടെടുത്തു. വീണ്ടും ഞാൻ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ എനിക്ക് ട്രാൻസാക്ഷൻസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി റീകൺസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഒരു കീ കാണും, റീകൺസിൽ. Alt R അടിച്ചാൽ മതി. ആറിൻ്റെ അടിയിൽ ഒരു ലൈനാണുള്ളത്. സിംഗിൾ ലൈൻ ആണെങ്കിൽ ആൾട്ടും ഡബിൾ ലൈൻ ആണെങ്കിൽ കൺട്രോളുമാണ് അടിക്കേണ്ടത്. ഇവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ കണ്ടു നമുക്ക് ഇങ്ങനെയാണ് വന്നത്. ബാലൻസ് ആസ് പെർ കമ്പനി ബുക്സ് പറഞ്ഞിട്ട് ഈ എമൗണ്ട് വന്നിട്ടുണ്ട്. അതേപോലെ അൺറീകൺസിൽഡ് ട്രാൻസാക്ഷൻ നമ്മൾ റീകൺസിൽ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ 7 ട്രാൻസാക്ഷനാണ് മൊത്തം
മൊത്തം നമ്മൾക്ക് റീകൺസിൽ ചെയ്യാനുള്ളത്. അതിൽ നമ്മൾക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. അവൈലബിൾ ഓൺലി ഇൻ ബുക്സിൽ അവൈലബിൾ ആയിട്ടുള്ളതാണത്. വിഡ്രോവലും ഉണ്ട്, അതേപോലെ തന്നെ ഡിപ്പോസിറ്റും ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻ എല്ലാം നമുക്കിവിടെ കാണിക്കും. ഇനിയിപ്പോൾ നമ്മൾക്ക് റീകൺസിൽ ചെയ്യാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് മാനുവലായിട്ടുള്ള റീകൺസിലേഷൻ ആണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് മാനുവൽ റീകൺസിൽ ഉണ്ട്. വീണ്ടും ഒന്നും കൂടി ഓൾട്ടാർ നമുക്ക് പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ കണ്ടു നമുക്ക് ബാങ്ക് ഡേറ്റ് എന്നുള്ളൊരു ഡേറ്റ് ഇവിടെ വരും. ഇത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റുമായിട്ടാണ് നമ്മൾ മുട്ടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ലെഡ്ജർ ഉണ്ട്, ഇത് ഇനി സ്റ്റേറ്റ്മെൻറ്റുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. സ്റ്റേറ്റ്മെൻറ്റിൽ ഈ സേർ വന്നിട്ടുണ്ടോ, അപ്പോൾ രണ്ടും കൂടിയിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ടിക്ക് ചെയ്യലേ ചെയ്യുക. ആ ടിക്ക് ചെയ്യുന്നതിന് പകരം നമ്മളിവിടെ എന്താണ് ബാങ്ക് ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ 1-ാം തീയതി 2 ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 ട്രാൻസാക്ഷൻ നമ്മൾ മുന്നായിരുന്നെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിനും ഡേറ്റ് അടിച്ചു കൊടുക്കണം. ഇപ്പോൾ ഒരു ഡേറ്റിൽ തന്നെ 10-15 ട്രാൻസാക്ഷൻ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് 1-ാം തീയതി അടിച്ചു, 1-ാം തീയതി അടിച്ചു, 1-ാം തീയതി അടിച്ചു, ഇങ്ങനെ അടിച്ചു കൊടുക്കണം. പക്ഷേ എന്നാൽ ഇപ്പോൾ ഈ ഒരു വേർഷനിൽ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾക്ക് എല്ലാം ഒരുമിച്ചിട്ട് നമ്മൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. ജസ്റ്റ് ഒന്ന് നമുക്ക് എസ്കേപ്പ് ചെയ്യാം. എസ്കേപ്പ് ചെയ്ത് നമുക്ക് ഇവിടേക്ക് വന്നു. അൺറീകൺസിൽഡ് ട്രാൻസാക്ഷൻസിൻ്റെ അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കൊണ്ടുവയ്ക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ കാണും, സെറ്റ് സ്റ്റാറ്റസ് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെയാണ് നമ്മൾ ഡേറ്റ് അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾക്ക് എന്താണ് എൻട്രികൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ 1-ാം തീയതി ഇപ്പോൾ 2 ട്രാൻസാക്ഷൻ ആണുള്ളത്. അപ്പോൾ 2 നമുക്ക് ഒരുമിച്ച് തന്നെ ഡേറ്റ് അടിച്ചു കൊടുക്കാം. അതിന് നമ്മൾ എന്താ ചെയ്യുക, ആദ്യം നമുക്ക് 2 ട്രാൻസാക്ഷൻ നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് മൾട്ടി സെലക്ഷൻ ചെയ്യുക, സ്പേസ് ബാർ അടിച്ച് ജസ്റ്റ് ഒന്ന് ഡൗൺ ആരോ അടിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ നമുക്ക് 2 ട്രാൻസാക്ഷൻ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടെടുത്തു. 1-5 2 ട്രാൻസാക്ഷൻ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇനി ഇവിടെ നമുക്ക് എന്താണ് F9 സെറ്റ് സ്റ്റാറ്റസ് ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനൊരു വിൻഡോ ആണ് വരിക ട്രാൻസാക്ഷൻ സ്റ്റാറ്റസിൽ. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പേസ് ബാർ അടിച്ചു. ഇവിടെ നമുക്ക് 3 കാര്യങ്ങളുണ്ട്. ഇവിടെ നമുക്ക് 4 കാര്യങ്ങൾ കാണിക്കും. സിസ്റ്റം ഇൻഫേർഡ് ഉണ്ട്, ഓൺ കോൾഡ് ഉണ്ട്, പ്രോസസ്ഡ് ഉണ്ട്, റീകൺസിൽ ഉണ്ട്. ഇവിടെ നമുക്ക് റീകൺസിൽ സെലക്ട് ചെയ്തിട്ടെടുക്കാം. റീകൺസിൽ എടുത്തു. ഇവിടെയാണ് ഡേറ്റ് അടിച്ചു കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഏത് ഡേറ്റിലാണ്, 1-5 ഇവിടെ 1-5 അടിച്ചു കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പോൾ ഇവിടെ കണ്ടു നമുക്ക് 1-5 ട്രാൻസാക്ഷൻ ഇവിടെ കാണുന്നില്ല. കാരണം എന്താണ്, അത് റീകൺസിൽ ചെയ്ത് പോയിട്ടുണ്ട്. ഇത് നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുക, നമ്മൾ ജസ്റ്റ് ഒന്ന് എസ്കേപ്പ് ചെയ്തു. ഇവിടെ നമുക്ക് വ്യൂ റീകൺസിൽഡ് അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കണ്ടു നമുക്ക് 2 ട്രാൻസാക്ഷൻ റീകൺസിൽ ചെയ്തിട്ടുണ്ട്. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ 2 ട്രാൻസാക്ഷൻ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. ഇപ്പം നമ്മളിത് റീകൺസിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ റീകൺസിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് ഡേറ്റ് ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വീണ്ടും നമുക്ക് അൺറീകൺസിൽ ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യുക, വീണ്ടും നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഈ ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, വീണ്ടും നമ്മൾ സെറ്റ് സ്റ്റാറ്റസ് അടിച്ചു. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് സിസ്റ്റം ഇൻഫേർഡ്. അതായത് നമ്മൾ റീകൺസിൽ ചെയ്തു, വീണ്ടും പഴയതിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സിസ്റ്റം ഇൻഫേർഡ് സെലക്ട് ചെയ്തിട്ടെടുത്തു. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ റീകൺസിൽ ചെയ്തത് നമുക്ക് ഒരു ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് മറ്റേ ട്രാൻസാക്ഷൻ നമ്മുടെ ഇതിലേക്ക് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വ്യൂ റീകൺസിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ട്രാൻസാക്ഷൻ മാത്രമാണ് നമ്മൾക്ക് റീകൺസിലായിട്ട് വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ട്രാൻസാക്ഷൻ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. 1-5 ട്രാൻസാക്ഷൻ ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലേക്കാണ് നമ്മൾ ആ ഒരു ഓപ്ഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും റീകൺസിൽ കൊടുക്കാം കേട്ടോ. നമുക്ക് ഓൾറെഡി ഇത് റീകൺസിൽ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ വീണ്ടും ഇത് സെലക്ട് ചെയ്തിട്ട് 1-5 ട്രാൻസാക്ഷൻ സെലക്ട് ചെയ്തു. നമുക്ക് ഇവിടെ സെറ്റ് സ്റ്റാറ്റസ് അടിച്ചു. ഇവിടെ നമ്മൾക്ക് റീകൺസിൽഡ് സെലക്ട് ചെയ്തിട്ടെടുത്തു. എൻ്റർ അടിച്ചു. 1-5 കൊടുത്തു. എൻ്റർ അടിച്ചു. ഇപ്പോൾ 1-5 റീകൺസിൽ നമ്മൾ ചെയ്തു. ഇനി 2-5 വേണ്ടത്. 2-5 ഇതേപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് നെക്സ്റ്റിൽ നമുക്ക് 2-5 ട്രാൻസാക്ഷനാണ് നമുക്ക് റീകൺസിൽ ചെയ്യേണ്ടത്. അപ്പോൾ 2-5 നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2-5 3 ട്രാൻസാക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് 3 ട്രാൻസാക്ഷൻ ഇതേപോലെ നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. 3 നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മൾ സെറ്റ് സ്റ്റാറ്റസ് അടിച്ചു. ഇവിടെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, റീകൺസിൽഡ് സെലക്ട് ചെയ്തിട്ടെടുത്തു. 2-5 കൊടുത്തു. എൻ്റർ അടിച്ചു. ഇപ്പോൾ ഇവിടെ നമുക്ക് 2-5 ട്രാൻസാക്ഷനും റീകൺസിൽ ചെയ്ത് പോയിട്ടുണ്ട്. അടുത്തത് നമുക്ക് എന്താണ്, 31-5 അപ്പോൾ നമുക്ക് 31-5 ഇതേപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം, സെറ്റ് സ്റ്റാറ്റസ് അടിച്ചു. ഇവിടെ നമ്മൾക്ക് റീകൺസിൽഡ് സെലക്ട് ചെയ്തിട്ടെടുത്തു. എൻ്റർ അടിച്ചു. ഇവിടെ 31-5 കൊടുക്കാം. എൻ്റർ അടിച്ചു. ഇപ്പം നമുക്ക് എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ റീകൺസിൽ ചെയ്തു. അതായത് നമ്മുടെ ലെഡ്ജറും സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് റീകൺസിൽ ചെയ്തു. ഇനി ചില ട്രാൻസാക്ഷൻ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിലാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുമ്പോഴാണല്ലോ അറിയുക എന്തായിരിക്കും അതൊക്കെ. നമുക്ക് ബാങ്ക് ചാർജ്, ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ചില പാർട്ടികളെ ഡയറക്റ്റ് ആയിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ റിഫ്ലക്ട് ചെയ്തിട്ടുള്ളൂ, അതിനെ ലെഡ്ജറിലേക്ക് കൊണ്ടുവരാൻ
കൊണ്ടുവരണം. അപ്പം നമ്മൾ വൗച്ചറിലല്ലേ നോയിട്ട്, അപ്പം നമ്മൾ പുതുതായിട്ടൊരു എൻട്രി ക്രിയേറ്റ് ചെയ്യാൻ വൗച്ചറിൽ പോയിട്ടല്ലേ ചെയ്യുക. പക്ഷെ നമുക്ക് എസ്കേപ്പ് ചെയ്ത് ഇനി വൗച്ചറിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാടല്ലേ. നമുക്ക് അവിടേക്ക് ഒന്നും പോകേണ്ട കാര്യമില്ല. ഇവിടെ നിന്നുകൊണ്ട് തന്നെ പുതിയൊരു എൻട്രി നമുക്ക് ആഡ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് F7 ക്രിയേറ്റ് വൗച്ചർ. ഇവിടെ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് വന്നു. ഇവിടെ നമുക്ക് ഡേറ്റ് കൊടുക്കാം. 31/5 കൊടുത്തു, എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് അക്കൗണ്ട് എന്നുള്ളിടത്ത് നമുക്ക് ബാങ്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ബാങ്ക് ചാർജ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ നമുക്ക് ബാങ്ക് ചാർജസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. എമൗണ്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് 750 കൊടുത്തു, എൻ്റർ അടിച്ചു, എൻ്റർ. ഇവിടെ നമുക്ക് ഡേറ്റ് കൊടുക്കാം. 31/5 കൊടുത്തു, എൻ്റർ അടിച്ചു. ഇപ്പോൾ ഇവിടെ നമ്മൾ എല്ലാതും നമ്മളിവിടെ ചെയ്തു. ഇപ്പോൾ ബാങ്ക് ചാർജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാങ്ക് ചാർജിന് നമുക്കിവിടെ ബാങ്ക് ചാർജ് വന്നിട്ടുണ്ട്. ഇനി ബാങ്ക് ചാർജിന് നമ്മൾക്ക് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ വന്നിട്ടുണ്ട്, ഇത് ലെഡ്ജറിലും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ റീകൺസിഡർ ചെയ്യേണ്ടേ. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമ്മളിത് സെലക്ട് ചെയ്തിട്ട് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം? സെറ്റ് സ്റ്റാറ്റസ് അടിച്ചു. ഇവിടെ നമുക്ക് എന്താണ് റീകൺസിൽഡ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ 31 ഇവിടെ നമുക്ക് റീകൺസിൽഡ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ബാങ്ക് ഡേറ്റ് കൊടുത്തു, എൻ്റർ അടിച്ചു. ഇപ്പോൾ നമ്മൾ റീകൺസിൽ എല്ലാം ചെയ്തു കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് നമുക്ക് എസ്കേപ്പ് ചെയ്യാം. എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ബാലൻസ് ആസ് പെർ കമ്പനി ബുക്സ് 74,750 വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എക്സ്പെക്റ്റഡ് ബാങ്ക് ബാലൻസ് ഇവിടെ 74,750 വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് രണ്ടും മാച്ചായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എല്ലായ്പ്പോഴും മാച്ചായിട്ടാണ് പോകുകയെന്ന്. അങ്ങനെയില്ല. കാരണം നമ്മളൊരു മന്ത് എൻഡിലാണ് ചെക്ക് കൊടുക്കണേ വിചാരിക്കുക. ഒരു 28th ചെക്ക് കൊടുത്താൽ അതിൽ ചെക്കിലെ ഡേറ്റ് നെക്സ്റ്റ് മന്തിലാണ് വരണമെന്നുണ്ടെങ്കിൽ ആ ഡേറ്റിലല്ലേ അത് ബാങ്കിൽ റിഫ്ലക്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ മാത്രമാണ് നമുക്കത് അറിയുക. അപ്പം മാത്രമാണ് അത് മാച്ചായി പോകുള്ളൂ. പക്ഷെ നമുക്ക് അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് ഡിഫറൻസ് വന്നതെന്നുള്ളത്. അതിനാണ് നമ്മൾ ബാങ്ക് റീകൺസിൽ ചെയ്യണത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.